തമിഴ്നാട് കടലൂരിൽ സ്കൂൾ വാൻ ട്രെയിനിലിടിച്ച് 2 മരണം സംഭവിച്ചിരിക്കുകയാണ്. 10 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. പലരുടെയും നില ഗുരുതരവുമാണ്. കടലൂർ കൃഷ്ണസ്വാമി മെട്രിക്കുലേഷൻ സ്കൂളിലെ വാനാണ് അപകടത്തിൽപ്പെട്ടത്. ആളില്ല ലെവൽ ക്രോസിലായിരുന്നു അപകടം. தூங்கினதுனால கேட் போட விட்டுட்டார். கேட் போடாமல் விட்டதுனால ட்ரெயினில் எந்த வித ஹார்னும் வரல, எந்த இன்டிமேஷனும் வராமல் வந்ததுனால இது கேட் போடல அப்படின்னு வண்டி வந்தது. வண்டி வந்தப்போ வந்தச்சும் அந்த ட்ரெயின் வந்து அடித்து ஒரு 50 மீட்டர் கிட்ட இழுத்துட்டு போயிடுச்சுண்ணா. 50 மீட்டர் இழுத்துட்டு போய் அதை ஸ்பாட்லேயே பார்த்தீங்கன்னா ஒரு பையன் ஸ்பாட் அவுட்டு. ஒரு பொண்ணு உயிரோடு இருந்தது. ஏற்றிட்டு வந்தோம். இது வந்து ஹாஸ்பிட்டலில் இறந்துச்சுன்னு சொன்னாங்க. ஒரு பையன் கொஞ்சம் சீரியஸாக இருக்கிறான். இன்னொரு பையன் ஓகே பரவாயில்ல, அவன் ட்ரீட்மெண்ட் போயிட்டு இருக்குது. வேனில் வந்து பார்த்தீங்கன்னா மொத்தம் 5 பேர் வந்தாங்கண்ணா. டிரைவர் சேர்த்து 5 പേര്, പസങ്ങൾ 4 പേര്. വിവരങ്ങൾ നൽകാനായി ആനന്ദ് ടി പ്രസാദാണുള്ളത്. ആനന്ദ്, അവിടെ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്ന വിവരം? വളരെ ദാരുണമായ അപകട വാർത്തയാണ്. സ്കൂൾ ബസ്സാണ്, ട്രെയിൻ വന്നിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ വളരെ സങ്കടകരമായ വാർത്തയാണ്. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? രാവിലെ ഒരു 7:45 ആ സമയത്താണ് ആ സ്കൂൾ വാൻ റെയിൽവേ ഗേറ്റ് കടന്ന് പോകുന്ന സ്ഥലത്ത് അവിടെ എത്തി. അപ്പോൾ സ്കൂൾ 8 മണിക്ക് സ്കൂളിലേക്ക് എത്തണം. ആ 8 മണിക്ക് സ്കൂളിലേക്ക് എത്തേണ്ട കാരണം കൊണ്ട് ആ ഗേറ്റ് അടയ്ക്കാൻ പോയ ഗേറ്റ് കീപ്പറിനോട് ആ വാൻ ഡ്രൈവർ ഞങ്ങളെ തുറന്നു വിട് ഒന്ന് കുറെ പ്രാവശ്യം ചോദിച്ച ശേഷം ആ ഗേറ്റ് തുറന്നു വിട്ടു. പിന്നെ ആ വാൻ ഗേറ്റ് ക്രോസ് ചെയ്യുമ്പോൾ 40 കിലോമീറ്റർ 60 to 40 കിലോമീറ്റർ സ്പീഡിൽ വന്ന ട്രെയിനാണ് ഈ ആക്സിഡന്റ് ഉണ്ടാവാൻ കാരണം. ഇപ്പോൾ ഇതില് 4 സ്കൂൾ കുട്ടികൾ വാനിലുണ്ടായിരുന്നു. ഡ്രൈവർ ഇൻക്ലൂഡ് ചെയ്ത മൊത്തം 5 പേരാണ്. അതില് ചാരുമതി എന്ന് പറയുന്ന 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും വിമലേഷ് എന്ന് പറയുന്ന 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയും സംഭവം നടന്ന സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ള ഒരു ന്യൂസാണ് നമുക്ക് കിട്ടിയാക്കണേ. ബാക്കിയുള്ള കുട്ടികൾ ഇപ്പോൾ വലിയൊരു സീരിയസ് ആയ ഇഞ്ചുറി ഉള്ളടക്കിയ അവരിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റിലാണ്. ഈ ആക്സിഡന്റ് നടന്ന ഉടനെ ആ കുട്ടികളെയും ഡ്രൈവറെയും രക്ഷിക്കാൻ പോയ ഒരാള് അവിടുത്തെ ട്രെയിനിന്റെ ഇലക്ട്രിക് കമ്പി കട്ടായി വീണ കാരണം കൊണ്ട് അതിൽ ഷോക്ക് അടിച്ച് പുള്ളിയും സീരിയസ് ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കാണ്. സോ ഇപ്പോ ആ റെയിൽവേ ട്രാക്കില് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഇലക്ട്രിക് വയർ അത് ഡിസ്കണക്ട് ആയതുകൊണ്ട് ആ റൂട്ടിൽ ഇപ്പൊ ഏതൊരു ട്രെയിനും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. സോ അതിനെ റീസ്റ്റോർ ചെയ്യാനുള്ള പ്രോസസ്സിൽ ഇന്ത്യൻ റെയിൽവേ ഈടുപെട്ടിട്ട് വരികയാണ്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടിയ ന്യൂസ് ഗേറ്റ് കീപ്പർ ഉറങ്ങിയെന്നായിരുന്നു. ഗേറ്റ് കീപ്പർ ഉറങ്ങി, പുള്ളി വന്ന് ഗേറ്റ് ക്ലോസ് ചെയ്യാൻ മറന്നു, അത് കാരണം വാൻ പോയി, അങ്ങനെ ആക്സിഡന്റ് ആയിരുന്നാണ്. പക്ഷെ ഇന്ത്യൻ റെയിൽവേ സദേൺ റെയിൽവേ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് എക്സ്പ്ലനേഷൻ ഗേറ്റ് കീപ്പർ ഉറങ്ങിയിട്ടില്ല, ഗേറ്റ് കീപ്പർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വാൻ ഡ്രൈവറിന്റെ ഒരു പ്രഷർ കാരണം ഞങ്ങൾക്ക് 8 മണിക്ക് അകം സ്കൂളിൽ എത്തണം എന്നുള്ള ഒരു പ്രഷർ കാരണം പുള്ളി തുറന്നു കൊടുക്കേണ്ടി വന്നു എന്നാണ്. എന്തായാലും അത് തെറ്റാണ്, ഗേറ്റ് കീപ്പറിന്റെ തെറ്റാണ്. സോ ഗേറ്റ് കീപ്പർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്താക്കാണ് ഗേറ്റ് കീപ്പറെ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. അത് മാത്രമല്ല, ട്രെയിൻ വരുമ്പോൾ എപ്പോഴും പബ്ലിക് ഇല്ല റെയിൽവേ ക്രോസിംഗ് ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ ട്രെയിൻ ഹോൺ അടിക്കണം എന്നുള്ള റൂൾ ഉണ്ടായിരുന്നു. ആ ഹോൺ ട്രെയിൻ അടിച്ചിട്ടില്ല, ട്രെയിൻ ഹോൺ അടിക്കാതെ വന്നെന്നുള്ളൊരു കംപ്ലൈന്റും ഉണ്ട്. സോ അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആ പ്രോസസ്സിലാണ് ഇപ്പോൾ സദേൺ റെയിൽവേ. ഇപ്പോ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ പടി സദേൺ റെയിൽവേ മരിച്ച കുട്ടികളുടെ കുടുംബത്തിലേക്ക് 5 ലക്ഷം രൂപയും സീരിയസ് ആയിട്ട് ഇഞ്ചുറി ആയുള്ള കുട്ടികളുടെ കുടുംബത്തിലേക്ക് 2.5 ലക്ഷം രൂപയും ചെറിയ ഇഞ്ചുറി ഉള്ളവരുടെ കുടുംബത്തിലേക്ക് 50,000 രൂപയും ഒരു പാക്കേജ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ലാതെ തമിഴ്നാട് ഗവൺമെന്റും മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് 5 ലക്ഷവും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉള്ള കുട്ടികൾക്ക് 1 ലക്ഷവും അതേമാതിരി ചെറിയ ഇഞ്ചുറി ഉള്ളവർക്ക് 50,000 അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു റെയിൽവേ ഗേറ്റ് കീപ്പർ പ്ലസ് ട്രെയിൻ ഡ്രൈവർ പ്ലസ് വാൻ ഡ്രൈവർ 3 പേരുടെയും കുഴപ്പം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആനന്ദ്, കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ അപകടം നടക്കുമ്പോൾ ഈ സ്കൂൾ വാനിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? പല കുട്ടികളുടെയും ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എത്ര പേർ ഈ വാഹനത്തിലുണ്ടായിരുന്നു? വാഹനത്തിൽ 5 പേരുണ്ടായിരുന്നു, 4 കുട്ടികളും ഡ്രൈവറും.
സോ അതിൽ ഡ്രൈവറും സീരിയസ്ലി ഇഞ്ചൂർഡ് ആണ്, 2 കുട്ടികൾ സീരിയസ്ലി ഇഞ്ചൂർഡ് ആണ്. 2 കുട്ടികളിൽ ഒരു കുട്ടി സംഭവ സ്ഥലത്തിൽ തന്നെ മരിച്ചു, ഇനി ഒരു കുട്ടി ഹോസ്പിറ്റലിലേക്ക് പോണ വഴിക്ക് മരിച്ചു. ബാക്കിയുള്ള 2 കുട്ടികളുടെ സ്ഥിതിയും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത്. ഡ്രൈവറിനും കാര്യമായിട്ടുള്ള പരിക്ക് പറ്റി, പുള്ളിയുടെ ലൈഫും സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി ആനന്ദ്, തമിഴ്നാട് കടലൂരിൽ സ്കൂൾ വാൻ ട്രെയിനിലിടിച്ച് അപകടം സംഭവിച്ചിരിക്കുകയാണ്. 2 മരണം സംഭവിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൽ 5 പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് ആനന്ദ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ 3 പേരുടെ ആരോഗ്യനില ഏറെ ഗുരുതരമായി തുടരുന്നുണ്ട്.